തീർച്ചയായും ഷിബുവിൻ്റെ കരൾ, ഹൃദയം, അതുപോലെ തന്നെ സ്കിൻ എന്നിവയാണ് മാറ്റിവെക്കാൻ പോകുന്നത്. ഷിബു മരിച്ചെങ്കിലും ഇനി ഒരുപാട് മനുഷ്യരിലൂടെ ഷിബു വീണ്ടും ജീവിക്കുമെന്നുള്ളതാണ്. ജീവൻ പകുത്തു നൽകിയാണ് ഷിബു ഓർമ്മയാകുന്നത്. നമുക്കൊപ്പം കൊച്ചിയിൽ നിന്ന് സ്നേഹമോൾ നയനാൻ കൂടി ചേരുന്നുണ്ട്. സ്നേഹ, വലിയ സജ്ജീകരണങ്ങൾ കൊച്ചിയിൽ ഇതിനകം തന്നെ ആരംഭിച്ചിട്ടുണ്ടാകുമെന്നറിയാം. സർക്കാർ ആശുപത്രിയിൽ ആദ്യമായിട്ടാണ് ഈ ഒരു ഹൃദയമാറ്റൽ ശസ്ത്രക്രിയ നടക്കുന്നത്. അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങളൊക്കെ ഇങ്ങനെ പുരോഗമിക്കുന്നു. എപ്പോഴത്തേക്ക് അവിടെ എത്തി ദൗത്യം അവിടെ നിന്ന് ആരംഭിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? അതിനുള്ള ഒരുക്കങ്ങളൊക്കെ ഇവിടെ ജനറൽ ആശുപത്രിയിൽ ആരംഭിച്ചിട്ടുണ്ട്. അവിടെ ഹൃദയം എയർ ആംബുലൻസിൽ പുറപ്പെട്ട ഉടൻ തന്നെ ഇവിടെ എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയാകുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും ഈ ഹൃദയം സ്വീകരിക്കുന്നത് 46-കാരനായ ഷിബുവിൻ്റെ ഹൃദയം സ്വീകരിക്കുന്നത് നേപ്പാൾ സ്വദേശിനിയായ ദുർഗയാണ്. ദുർഗയ്ക്ക് 22 വയസ്സാണുള്ളത്. അപൂർവ ജനിതക രോഗമായ ഡാനൻ എന്ന അസുഖമാണ് ദുർഗയെ ബാധിച്ചിരിക്കുന്നത്. 9 മാസം മുൻപാണ് ദുർഗ കേരളത്തിൽ എത്തിയത്. ഒരു പ്രതീക്ഷയോടുകൂടിയാണ് ദുർഗ കേരളത്തിൽ എത്തിയത്. 19 വയസ്സായപ്പോഴാണ് ദുർഗയ്ക്ക് ഈ ഒരു അസുഖം ബാധിക്കുന്നത്. സഹോദരനൊപ്പമാണ് ദുർഗ കേരളത്തിലെത്തി. ഇവിടെ ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ദുർഗയുടെ അമ്മയും അതുപോലെ തന്നെ സഹോദരിയും ഇതേ രോഗം ബാധിച്ചാണ് മരണപ്പെട്ടത്. ദുർഗയ്ക്ക് മാതാപിതാക്കളില്ലാതുകൊണ്ട് തന്നെ ദുർഗയുടെ സഹോദരനും ദുർഗയും ഒരു അനാഥാലയത്തിൽ, നേപ്പാളിലെ ഒരു അനാഥാലയത്തിൽ നിന്നാണ് വളർന്നത്. അതിലും ഇത്തരത്തിലൊരു അസുഖം 19 വയസ്സിൽ ദുർഗയെ ബാധിച്ചു. അതിനുശേഷം ഈ ഒരു 22 വയസ്സ് വരെ വളരെ വേദനാജനകമായൊരവസ്ഥയിലൂടെയാണ് ദുർഗ കടന്നുപോയത്. അപ്പോഴാണ് കേരളത്തിലെ സ്വകാര്യ ആശുപത്രിയിൽ നടത്തിയ ഹൃദയമാറ്റ ശസ്ത്രക്രിയ, അതിൻ്റെ വിജയം, അത്തരത്തിലുള്ള വാർത്തകളൊക്കെ ദുർഗയുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഉടൻ തന്നെ നേപ്പാളിലെ അനാഥാലയ നടത്തിപ്പുകാരനായ ഒരു മലയാളിയുടെ സഹായത്തോടു കൂടിയാണ് ദുർഗ കേരളത്തിലെത്തി ഇവിടെ ജനറൽ ആശുപത്രിയിൽ ചികിത്സ തുടരുന്നത്. പക്ഷേ ദുർഗയെ സംബന്ധിച്ചിടത്തോളം ഈ കേന്ദ്ര നിയമമായിരുന്നു ഇത്രയും നാളും ഈ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്കൊരു തടസ്സമായി നിന്നിരുന്നത്. കേന്ദ്ര നിയമപ്രകാരം ആദ്യം ഇന്ത്യൻ പൗരന്മാരെയാണ് ഈ ഹൃദയമാറ്റ ശസ്ത്രക്രിയ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അവയവമാറ്റ ശസ്ത്രക്രിയക്കായി പരിഗണിക്കേണ്ടത് എന്നായിരുന്നു. അപ്പോൾ ദുർഗ ഇത് സംബന്ധിച്ച് ഇതിനെതിരെ നിയമ പോരാട്ടമൊക്കെ നടത്തിയിരുന്നു. ഹൈക്കോടതി സമീപിച്ചിരുന്നു. ഇത്തരത്തിൽ വളരെ വേദനാജനകമായ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. പലപ്പോഴും ഷിബുവിന്റെ ഹൃദയം ഇനി ദുർഗയിൽ തുടിക്കും. എന്തായാലും സജ്ജീകരണങ്ങളെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് ജിബിൻ ജെബിയും സ്നേഹമോൾ നയനാനുമാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്. ദൗത്യം വിജയകരമായി എന്ന് കേൾക്കാൻ, ആ വാർത്ത കേൾക്കാനുള്ള പ്രതീക്ഷയോടെയാണ് നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത്.